നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് നടത്തിയ കല്യാണമല്ലേ, വെറുതെ നീ ജീവിതം കളയല്ലേ. 3 മാസമല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ജീവിതം കളയല്ലെന്ന് മാത്രമേ. അവനെ കൊണ്ട് എന്താ അപ്പൊ കുഴപ്പം? വെളിയിൽ നിന്ന് കാണുമ്പോ നല്ല പയ്യനല്ലേ അവൻ. വെളിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാം. എന്തോരം കഷ്ടപ്പെട്ടിട്ടാ നിന്റെ പഠിപ്പ് നടത്തിയതെന്ന് അറിയോ, അതുപോലെ തന്നെ എന്തോ ഒരു കടം മേടിച്ചിട്ടെന്ന് പറയാം നിന്റെ കല്യാണം നടത്തിയത്. എന്നിട്ട് ഇതിങ്ങനെയൊക്കെ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ മടുത്ത്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടായിക്ക് എന്തോരു മനസ്സ് വിഷമമുണ്ടെന്ന് അറിയോ. എനിക്കിനി വയ്യ അവന്റെ കൂടെ ജീവിക്കാൻ. ഇനി ഞാൻ നിന്നെ കൂടുതൽ പ്രഷർ ചെയ്യാനേക്കാണല്ല ഇടി. എന്നാലും നിനക്ക് അവനൊന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ലേടി. എങ്ങനെ മാറ്റാന്ന്? നിന്റെ വലിയ കൊമ്പത്ത് നോക്കി കെട്ടിക്കാൻ പോയതാ പറ്റിയത്. ഒരു പാവപ്പെട്ടവനായിട്ട് സന്തോഷം സമാധാനമായിട്ട് സൗകര്യമായിട്ട് ജീവിച്ചാണ്. നിങ്ങൾക്കൊന്നും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇല്ല, നിന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചുവിട്ട നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ ലോകത്തിൽ എത്ര പെമ്പിള്ളേർ ഇവിടുന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളും ചോരയും മേരെയുള്ള മനുഷ്യരാണ്. ചേട്ടാ നീ വിഷമിക്കണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. നീ എൻ്റെ ചോരയല്ലേ, നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്കിനി അയാളെ പേടിച്ച് ജീവിക്കാൻ നീ വയ്യ. അവനെ പേടിച്ച് ജീവിക്കണ്ട പോരെ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എബിനൈസ്ക്ക്. നല്ല പയ്യനാ, നമുക്ക് അവനെ ഒന്ന് ആലോചിക്കാം.